സോ സ്റ്റുഡൻസ്, നമുക്ക് 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. 11ാമത്തെ ക്വസ്റ്റ്യൻ നമ്മളെ ഹൈഡ്രോ കാർബൺ എന്നുള്ള ചാപ്റ്ററിൽ അതിൽ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷൻ എസൈലേഷൻ ആ ഒരു ഭാഗം, അതായത് ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നോക്കുക. ബെൻസീൻ ഇസ് നൈട്രേറ്റഡ് ടു ഗിവ് നൈട്രോ ബെൻസീൻ വെൻ ഫർദർ ട്രീറ്റ്മെന്റ് വിത്ത് CH3COCl AlCl3 വിൽ ഗിവ് മെറ്റാ നൈട്രോ. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ബെൻസീന് നമ്മൾ നൈട്രേഷൻ ചെയ്തപ്പോൾ നമുക്ക് നൈട്രോ ബെൻസീൻ കിട്ടി. നൈട്രോ ബെൻസീനിലേക്ക് നിങ്ങൾ ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനോ ഫ്രീഡൽ ക്രാഫ്റ്റ് എസൈലേഷനോ ചെയ്താൽ അവിടെ റിയാക്ഷൻ ഒന്നും നടക്കില്ല എന്ന് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഫ്രീഡൽ ക്രാഫ്റ്റ് ആൽക്കൈലേഷനോ എസൈലേഷനോ വരുന്ന ഇലക്ട്രോഫൈൽ വീക്ക് ഇലക്ട്രോഫൈൽ ആണ് എന്നും വീക്ക് ഇലക്ട്രോഫൈൽ ഒരിക്കലും വീക്ക് ന്യൂക്ലിയോഫൈൽ ആയിട്ട് റിയാക്ട് ചെയ്യില്ല എന്നും നമുക്കറിയാം. കാരണം ഇത് സ്ട്രോങ് ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ആയതുകൊണ്ട് നൗ ദ ന്യൂക്ലിയോഫൈൽ ഇസ് വെരി വീക്ക്. അപ്പോൾ ഇവിടെ ന്യൂക്ലിയോഫൈൽ വീക്കാണ്, ഇവിടുന്ന് വരുന്ന ഇലക്ട്രോഫൈലും വീക്കാണ്. അപ്പോൾ രണ്ടും വീക്കാണെങ്കിൽ then there is no reaction. അപ്പോൾ ഇത് തെറ്റാണ്. NO2 ഗ്രൂപ്പ് ഇസ് എ മെറ്റാ ഡയറക്റ്റിംഗ് ആൻഡ് ഡീആക്ടിവേറ്റിംഗ് ഗ്രൂപ്പ്. അത് ശരിയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ഇൻകറക്റ്റ്, സ്റ്റേറ്റ്മെന്റ് 2 കറക്റ്റുമാണ്. ഓപ്ഷൻ 3 ഇസ് ദ റൈറ്റ് ആൻസർ.